സ്ത്രീകളുടെ രതിമൂർച്ച ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള അനുഭവമാണ്. രതിമൂർച്ചയിലെത്തി അത് അനുഭവിക്കുക എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ആയിരിക്കില്ല. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്ത്രീകൾ ലൈംഗികമായി ഉത്തേജിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെ കാരണം കൊണ്ട് അത് സംഭവിക്കില്ല എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. സ്ത്രീകൾക്ക് രതിമൂർച്ചയിലേക്ക് പല രീതിയിൽ എത്താൻ സാധിക്കും. ക്ലിറ്റോറിസ് അല്ലെങ്കിൽ ക്ലിറ്ററിയെ ഉത്തേജിപ്പിക്കുന്നതിലൂടെയോ, യോനിയിലെ അല്ലെങ്കിൽ വജൈനൽ സ്റ്റിമുലേഷൻ കൊണ്ടോ, മുലക്കണ്ണുകളിലെ അല്ലെങ്കിൽ നിപ്പിൾസിലെ സ്റ്റിമുലേഷൻ കൊണ്ടോ ഒക്കെ സ്ത്രീകൾക്ക് രതിമൂർച്ചയിലേക്ക് എത്താൻ സാധിക്കും. മിക്ക സ്ത്രീകൾക്കും ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച അനുഭവപ്പെടുന്നത് ക്ലിറ്ററി അല്ലെങ്കിൽ ക്ലിറ്റോറിസ് ഉത്തേജിക്കപ്പെടുമ്പോഴാണ്. ഇവിടെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ നെർവ് എൻഡിങ്സ് ഉള്ളത്. ഇവിടെ യോനിയുടെ ചുറ്റുമായി ക്ലിറ്റോറൽ ലെഗ്സും വെസ്റ്റിബുലർ ബൾബ്സും കാണപ്പെടുന്നു. ഈ ലെഗ്സിലും ബൾബ്സിലും എറക്ടൈൽ ടിഷ്യൂസ് ഉണ്ട്. ഒരു സ്ത്രീ ലൈംഗികമായി ഉത്തേജിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സെക്ഷലി അറോസ്ഡ് ആവുമ്പോൾ ഇവിടെയുള്ള എറക്ടൈൽ ടിഷ്യൂയിലേക്ക് രക്തം വന്ന് നിറഞ്ഞ് ഈ ലെഗ്സും ബൾബ്സും വികസിക്കാൻ തുടങ്ങും. പുരുഷന്മാരെ ഇതുപോലെ തന്നെയാണ്. അവർക്ക് ലൈംഗികമായി ഉത്തേജിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സെക്ഷലി അറോസ്ഡ് ആകുമ്പോൾ അവരുടെ ലിംഗത്തിലേക്ക് അല്ലെങ്കിൽ പീനസിലേക്ക് രക്തം വന്ന് നിറഞ്ഞാണ് എറക്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണം സംഭവിക്കുന്നത്. ചില സ്ത്രീകൾക്ക് മറ്റ് ചില രീതിയിലും ഓർഗാസംസ് അനുഭവിക്കാൻ സാധിക്കും. യോനിക്കുള്ളിലെ ചില പ്രത്യേക ഭാഗങ്ങളെ, ജി സ്പോട്ട്, സെർവിക്സ് പോലെയുള്ള സ്ഥലങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ രതിമൂർച്ചയിലെത്താൻ ചിലർക്ക് സാധിക്കും. മറ്റൊരു വഴിയാണ് എറോജനസ് സോണുകളെ ഉത്തേജിപ്പിക്കുക എന്നുള്ളത്. എറോജനസ് സോൺസ് എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള സുഖം കിട്ടുന്ന അല്ലെങ്കിൽ ലൈംഗിക ഉത്തേജനം സാധ്യമാക്കുന്ന ശരീരത്തിലെ ചില ഭാഗങ്ങളാണ്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് മുലക്കണ്ണുകൾ അല്ലെങ്കിൽ നിപ്പിൾസ് എന്ന് പറയുന്നത്. ഓരോ നിപ്പിൾസിലും 100 കണക്കിന് ഞരമ്പുകൾ വന്ന് അവസാനിക്കുന്നുണ്ട്, നെർവ് എൻഡിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സൂപ്പർ സെൻസിറ്റീവ് ആണ്. ഈ നിപ്പിൾസ് ഉത്തേജിക്കപ്പെടുമ്പോൾ അവ തലച്ചോറിലെ ജെനറ്റൽ സെൻസറി കോർട്ടക്സിലേക്ക് സിഗ്നലുകൾ അയക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ വജൈനൽ സ്റ്റിമുലേഷനിലും ക്ലിറ്റോറൽ സ്റ്റിമുലേഷനിലും ഇതേപോലെ തന്നെ സംഭവിച്ച് തലച്ചോറിലെ ഇതേ ഭാഗം തന്നെയാണ് ഉത്തേജിക്കപ്പെടുന്നത്. സെക്ഷൽ അറോസലിന്റെ സമയത്ത് ജെനറ്റൽസിലേക്ക് കൂടുതൽ രക്തം ഒഴുകി വരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആകുന്നു. ഇതേ സമയത്ത് തന്നെ സ്ത്രീകളുടെ നെഞ്ചെടുപ്പും ബ്രീത്തിങ് റേറ്റും കൂടാൻ സാധ്യതയുണ്ട്. ഒരു വലിയ വിഭാഗം സ്ത്രീകൾക്ക് ഒരു പ്രത്യേക തരത്തിൽ അവരുടെ യോനിയിലെയും ഗർഭപാത്രത്തിലെയും മലദ്വാരത്തിലെയും മസിലുകൾ തുടിക്കാറുണ്ട്. ഈ കൺട്രാക്ഷൻ സാധാരണയായി 0.8 സെക്കൻഡ് മുതൽ 17 സെക്കൻഡ് വരെയാണ് നീണ്ടു നിൽക്കുന്നത്. പക്ഷെ വ്യക്തികൾ മാറുന്നതനുസരിച്ച് ഇതിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ സെക്ഷലി അറോസ്ഡ് ആവുകയാണ് എന്ന് ഹോർമോൺസ് ബ്രെയിനിനെ അറിയിക്കുമ്പോൾ ലൂബ്രിക്കേഷൻ തുടങ്ങും. ലൈംഗിക വേഴ്ച സുഖകരമാക്കാൻ ഓരോ വജൈനൽ ഗ്ലാൻസ് ഫ്ലൂയിഡുകൾ സെക്രീറ്റ് ചെയ്തു തുടങ്ങും. സ്ത്രീകൾക്ക് രതിമൂർച്ചയിലെത്തുമ്പോൾ പുരുഷന്മാരിലേതുപോലെ സ്ഖലനം അല്ലെങ്കിൽ എജാക്കുലേഷൻ സംഭവിക്കുന്നില്ലെങ്കിലും ചില സ്ത്രീകൾക്ക് യൂറിന്റെയും സ്കിൻ ഗ്ലാൻഡ് സെക്രീഷൻസിന്റെയും ഒരു മിശ്രിതം യുറേത്രയിൽ നിന്നും പുറത്തേക്ക് വരാറുണ്ട്. ഇതിൽ യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. സ്ത്രീകൾ ശരിക്കും രതിമൂർച്ചയിലെത്തിയോ, ഓർഗാസം എക്സ്പീരിയൻസ് ചെയ്തോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവരോട് ചോദിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരുവിധ മാർഗങ്ങളും ഇല്ല. ഓർഗാസം എന്ന് പറയുന്നത് ഒരേ സമയം മാനസികവും ശാരീരികവുമായ ഒരു പ്രക്രിയയാണ്. ചില സ്ത്രീകൾക്ക് പ്രണയമുണ്ടെങ്കിൽ മാത്രമേ രതിമൂർച്ച അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. എക്സസീവായിട്ടുള്ള സ്ട്രെസ്സും മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളും റിലേഷൻഷിപ്പിലെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ഒക്കെ, അല്ലെങ്കിൽ പണ്ട് എപ്പോഴോ സെക്ഷൽ അബ്യൂസ് നേരിട്ടതിൻ്റെ ഓർമ്മയും ഒക്കെ തന്നെ ഒരു സ്ത്രീക്ക് രതിമൂർച്ചയിലേക്ക് എത്താതിരിക്കാനുള്ള കാരണങ്ങളാവും. ചില സമയത്ത് സെക്ഷൽ ഷെയിം, ഇതെന്തോ തെറ്റാണെന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഇതിന് വിലങ്ങതടിയാവാറുണ്ട്. എന്തായാലും പ്രഗ്നൻ്റ് ആവാനായിട്ട് സ്ത്രീകൾക്ക് ഓർഗാസം സംഭവിക്കണം എന്നില്ല. അപ്പോൾ എന്താണ് ഓർഗാസം എന്നോ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നോ എന്തൊക്കെ കാരണം സംഭവിക്കില്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരാൻ ഈ വീഡിയോയ്ക്ക് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് ഇനിയും വേണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ക്യൂരിയസ്.